സുർജിത്ത് അയ്യപ്പത്തിലേക്കാണ്. സ്വരാജ് റൗണ്ടിൽ നിന്ന് നടുവിലാൽ ഗണപതി ക്ഷേത്ര പരിസരത്ത് നിന്നാണ് ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നത്. സുർജിത്ത്, വൈകുന്നേരമായി കഴിഞ്ഞാൽ അവിടേക്ക് പുലികളൊക്കെ കൂട്ടത്തോടെ വരും. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ സുർജിത്ത്? ഉന്മേഷ്, തീർച്ചയായും ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ സ്വരാജ് റൗണ്ടിലാണ്. അതായത് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ചുറ്റും ഉള്ളതാണ് സ്വരാജ് റൗണ്ട്. ആ സ്വരാജ് റൗണ്ടിലെ ഏറ്റവും സവിശേഷമായ ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ് ഈ നടുവിലാൽ ഇത് ഗണപതി ക്ഷേത്രമാണ്. ഗണപതി ക്ഷേത്രത്തിൽ ഇവിടെ ഇതിനു മുന്നിലാണ് എല്ലാ പുലി മടകളിൽ നിന്നുള്ള സംഘവും സംഗമിക്കുന്ന അത് ഇവിടെ വെച്ചാണ്. അത് ആ ഒരു സുന്ദര കാഴ്ചയാണ്. ഇവിടെ എത്തി ഈ നടുവിലാൽ ഗണപതിക്ക് തേങ്ങ ഉടച്ച ശേഷമാണ് സംഘങ്ങൾ ഈ സ്വരാജ് റൗണ്ട് ചുറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കൃത്യമായ രീതിയിലുള്ള സമയക്രമം അടക്കം നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് ഇവിടെ സംബന്ധിച്ചിടത്തോളം. ഇത് ആദ്യം എത്തുക യുവജന സംഘം വിയ്യൂരിൽ നിന്നുള്ള സംഘമാണ്. അത് വൈകിട്ട് 4 മണിയോടുകൂടി ഇവിടേക്ക് എത്തും. അതിൻ്റെ തുടർച്ചയായി കുട്ടംകുളങ്ങര ദേശം എത്തും. പിന്നീട് പാട്ടുരായ്ക്കൽ, അതിനുശേഷം നായ്ക്കനാൽ ദേശം, ശങ്കരൻകുളങ്ങര ദേശം, അയ്യന്തോൾ ദേശം, ചക്കാമുക്ക് ദേശം, വെളിയന്നൂർ ദേശം, ഒടുവിൽ സീതാറാം മില്ല്. അങ്ങനെ ഉള്ള 9 സംഘങ്ങളാണ് ഇക്കുറി ഈ പുലിക്കളിയുടെ ഭാഗമാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഒരുപക്ഷെ കുറച്ച് കാലത്തിന് ശേഷം കഴിഞ്ഞ തവണയൊക്കെ 7 സംഘങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ 9 സംഘങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ കാര്യമാണ്. അത്രമാത്രം വലിയ സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാരണം ഇവിടേക്കാണ് എല്ലാ സംഘങ്ങളും എത്തി നടുവിലാൽ ഗണപതിക്ക് തേങ്ങ ഉടച്ചാണ് കടന്നു പോവുക. അതിൻ്റെ ഒരു ഭാഗത്ത് VIP ഗാലറി സജ്ജീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം മറുഭാഗത്ത് മാധ്യമങ്ങൾക്ക് ക്യാമറ വെക്കാനുള്ള സൗകര്യം, അത്തരം ഒരു സൗകര്യം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായമായി 3,12,500 രൂപ നിശ്ചയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ 3 ലക്ഷം രൂപയും ഓരോ സംഘങ്ങൾക്കും നൽകുമെന്നുള്ള പ്രഖ്യാപനം 3 ലക്ഷം രൂപ നൽകും ഓരോ സംഘങ്ങൾക്കും എന്നുള്ള പ്രഖ്യാപനം കൂടി വന്നിട്ടുണ്ട്. എന്തായാലും അതൊക്കെ വലിയ ആശ്വാസകരമാണ്. കാരണം ലക്ഷങ്ങൾ ചിലവഴിച്ചുള്ള ഒരു മഹാമേളയാണ് ഈ പുലിക്കളി എന്ന് പറയുന്നത്. സ്വാഭാവികമായും അതിന് എത്തുന്ന സഹായം, ഒപ്പം സമ്മാനങ്ങൾ, ഇതെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തവണ ഈ ചമയത്തിനടക്കം, അതായത് നന്നായി വരയ്ക്കുന്നവർക്കും ഉൾപ്പെടെയുള്ളവർക്ക് കൃത്യമായ രീതിയിലുള്ള സമ്മാനങ്ങൾ ഉണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. പൂരം കഴിഞ്ഞാൽ ഏറ്റവും തൃശ്ശൂർ സംബന്ധിച്ച് സവിശേഷമായ ഏറ്റവും വലിയ ഒരു മഹത്തായ ഉത്സവം തന്നെയാണ് പുലികളി. പുലികളിയുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് പലതരം കാഴ്ചപ്പാടുകളുണ്ട്. ഏതാണ്ട് 2 നൂറ്റാണ്ട് പഴക്കമുണ്ട് പുലിക്കളിക്ക് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ആ കാലവുമായി ബന്ധപ്പെട്ട് പട്ടാണി സമുദായം തുടങ്ങിയതാണ് ഇത് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൊച്ചി രാജാവിൻ്റെ കാലത്താണ് തുടങ്ങിയതെന്നുള്ള 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ആ അഭിപ്രായങ്ങൾ അവിടെ നിന്നാൽ പോലും അതിനപ്പുറത്തേക്ക് ഇത് തൃശ്ശൂരിൻ്റെ ഒരു സവിശേഷമായ ആഘോഷമായി മാറിയിട്ട് കാലങ്ങൾ ഏറെയായിട്ടുണ്ട്. അത്രമാത്രം വലിയ ജനപങ്കാളിത്തത്തോടെ, അത് ജാതിയോ മതമോ ഒന്നുമില്ലാതെ ആളുകൾ ഈ പുലിച്ചുവട് വെക്കാൻ വേണ്ടി ആളുകൾ ഇവിടേക്ക് ഓടിക്കൂടുന്നു, എത്തുന്നു. അത് വയറുള്ളവരെ എത്രയധികം അംഗീകരിക്കപ്പെടുന്ന മറ്റൊരു കലാരൂപം ഇല്ല എന്നുള്ളതും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അങ്ങനെ വലിയ ആവേശക്കാഴ്ചയിലേക്ക് നീങ്ങാൻ പോകുന്നു തൃശ്ശൂർ എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. പുലികളി ആവേശത്തിലാണ് ഇപ്പോൾ തൃശ്ശൂർ ഉള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.